ചീരയും മുട്ടയും പ്രധാന ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നൊരു തോരനാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചീര എടുത്തു, അതിന് പുറത്തേക്ക് നമ്മൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇവിടെ ഒരു മുറി ഏകദേശം എടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം ആവശ്യത്തിന് ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമി എടുക്കേണ്ടതാണ്. തിരുമുക എന്ന് പറയുമ്പോൾ ഒരുപാട് അത് കംപ്ലീറ്റ് പൊടിഞ്ഞു പോകുന്ന രീതിയിലല്ല, അല്ലാതെ നമുക്ക് കൈ വെച്ച് തന്നെ ഇതുപോലെ ഒരു അല്പം എല്ലാം ഒന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില ഇടുക. ഇനി അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് വഴക്കി എടുക്കേണ്ടതാണ്. ആ ഒരു ഉള്ളി നന്നായിട്ട് വഴങ്ങി നമുക്ക് കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചീര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തട്ടിയിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് വേവാനായിട്ട് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക, എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് നടുക്ക് ഇങ്ങനെ നമുക്ക് കുറച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം സൈഡോട്ടാക്കിയിട്ട് അതിൻ്റെ നടുവിലെ ഭാഗത്ത് ഇതുപോലെ കുറച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കാവുന്നതാണ്. എന്നിട്ടൊരു ഒരല്പം ഉപ്പ് ഈ മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് എഗ്ഗ് സ്ക്രാമ്പിൾ പോലെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി എടുക്കാം. ഇത് എഗ്ഗ് സ്ക്രാമ്പിളായിട്ട് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ ബാക്കിയുള്ള ചീരയുടെ കൂടെ ഇത് നമുക്കൊന്ന് എല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ചീര മുട്ടത്തോരൻ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചോറിനോടെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചപ്പാത്തിക്ക് നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടി അതിനകത്ത് സ്റ്റഫ് ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് ഇത് നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ വെറുതെ എടുത്ത് കഴിക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.